അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്ക തട്ടിപ്പ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെ ഇതാ ജമ്മു കാശ്മീരിലെ വിഖ്യാതമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വഴിപാട് തട്ടിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച വെള്ളി വഴിപാടുകളിൽ വ്യാപകമായ തിരിമറി നടന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ചില്ലറ തട്ടിപ്പല്ല അരങ്ങേറിയിരിക്കുന്നത്. 550 കോടി രൂപയുടെ വ്യാജ വെള്ളി തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോടതി നേരിട്ടിടപെടുകയും ക്രൈംബ്രാഞ്ചിനോട് രേഖകൾ അടിയന്തരമായി ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ വിഷയം ചൂടുപിടിക്കുകയാണ്. ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച ഏകദേശം 20 ടണ്ണോളം വരുന്ന വെള്ളി വഴിപാടുകളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു. 20 ടണ്ണോളം വരുന്ന വെള്ളിയുടെ വിപണി മൂല്യം 550 കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കിയിരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ക്ഷേത്രം ബോർഡ് ഈ വെള്ളിയാഭരണങ്ങളും പാത്രങ്ങളും ഉരുക്കുന്നതിനായി അയച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ഉരുക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ ഈ വെള്ളി സാധനങ്ങളിൽ വലിയൊരളവ് വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് ക്ഷേത്ര ബോർഡ് അയച്ച ഈ 20 ടൺ വെള്ളിയിൽ വെറും 5 മുതൽ 6% വരെ മാത്രമാണ് യഥാർത്ഥ വെള്ളി ഉണ്ടായിരുന്നത്. ബാക്കി 95% കാഡ്മിയം, ഇരുമ്പ് തുടങ്ങിയ നിലവാരം കുറഞ്ഞ ലോഹങ്ങളായിരുന്നു. ഇതോടെ 550 കോടി രൂപ വിലമതിക്കുമെന്ന് കരുതിയ വെള്ളിയുടെ യഥാർത്ഥ മൂല്യം വെറും 30 കോടി രൂപയായി കുത്തനെ ഇടിഞ്ഞു. അതായത് 520 കോടിയുടെ തട്ടിപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരളവ് വ്യാജ വെള്ളി എങ്ങനെ ക്ഷേത്ര സംഭരണശാലയിൽ എത്തി എന്നത് ദുരൂഹമാണ്. ഭക്തർ സമർപ്പിച്ച വെള്ളി വസ്തുക്കളിൽ മായം കലർന്നതാണെങ്കിൽ തന്നെ ഇത്രയും കൂടിയ അളവിൽ അത് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ ഭക്തർ സമർപ്പിച്ച യഥാർത്ഥ വെള്ളി ക്ഷേത്രത്തിലെ ജീവനക്കാരോ മറ്റുന്നതരോ ചേർന്ന് തരം താഴ്ന്ന ലോഹങ്ങൾ വെച്ച് മാറ്റി തട്ടിപ്പ് നടത്തിയതാണെന്നത് ഉറപ്പാണ്. വിശദമായ അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ജമ്മു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ക്രൈംബ്രാഞ്ചിനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജമ്മുവിലെ പ്രമുഖ അഭിഭാഷകനായ ദീപക് ശർമ്മയാണ് ഈ പരാതിയുമായി കോടതിയെ സമീപിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വിശ്വാസവഞ്ചന, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമത്വം കാണിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ആദ്യം മെല്ലെപ്പോക്ക് നയമാണ് കാണിച്ചത്. മെയ് 9 പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മടിച്ചതിനെ തുടർന്നാണ് ദീപക് ശർമ്മ കോടതിയെ സമീപിച്ചത്. ഒടുവിൽ കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് കേസ് മുന്നോട്ടു പോവുകയാണ്. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ, ഇൻവെന്ററി രേഖകൾ എന്നിവയെല്ലാം അടിയന്തരമായി പരിശോധിക്കാനും ആവശ്യമായ റിപ്പോർട്ടുകളുമായി ഈ മാസം 29-നകം നേരിട്ട് ഹാജരാകാനും ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി കർശനമായി ഉത്തരവിട്ടിരിക്കുകയാണ്. അയോധ്യയിലെ തട്ടിപ്പിന് പിന്നാലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്നും സമാനമായ തട്ടിപ്പ് പുറത്തുവരുന്നത് രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടാണ്. അയോധ്യയിൽ ചെറിയ മീനുകളെ പിടികൂടി വമ്പൻ സ്രാവുകളെ വെറുതെ വിടാൻ SIT ശ്രമം നടത്തുകയാണെന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ കാണിക്ക തട്ടിപ്പ് കേസിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം.